Accounting equation de one more problem kode. Show the accounting equation on the basis of the following transactions. അപ്പം accounting equation ആണ്. അപ്പം ആദ്യ ഫോർമാറ്റ് വരയ്ക്കുന്നു. accounting equation ന് മെയിൻ ഹെഡ് കൊടുക്കുന്നു. then columns serial number, transaction, then equation side asset is equal to capital plus liabilities. ഇനി ഓരോ transactions. First one, Manoj commenced business with cash rupees 1 lakh. Manoj commenced business with cash. അപ്പം ട്രാൻസാക്ഷൻ്റെ ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വൺ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് എഴുതി. ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷും ക്യാപിറ്റലും ആണല്ലോ വരിക. അപ്പോൾ അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ് ക്യാഷ്. ഇവിടെ ലയബിലിറ്റി സൈഡിൽ ഇവിടെ ക്യാപിറ്റൽ ഐറ്റം ക്യാപിറ്റലാണ് വരിക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 lakh ആണ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് 1 lakh ബിസിനസ്സിലേക്ക് വരുന്നു, ക്യാപിറ്റലും 1 lakh വരുന്നു. ഇപ്പോൾ രണ്ട് സൈഡും ഈക്വലാണ്. സെക്കൻഡ് വൺ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 70,000. പർച്ചേസ്ഡ് ഗുഡ്സ് 70,000. അപ്പോൾ ഇത് ക്യാഷ് പർച്ചേസ് ആണ് അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് പർച്ചേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്നോ അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ക്രെഡിറ്ററുടെ ഒരാളുടെ നെയിമും പറയും. അപ്പം ഇത് പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ക്യാഷ് പർച്ചേസസ് ആണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും 70,000. അപ്പോൾ ക്യാഷ് കുറയല്ലേ ചെയ്യാം, -70,000. ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്കാണ് ഇൻക്രീസ് ചെയ്യുക അല്ലേ. അപ്പോൾ സ്റ്റോക്ക് ഇവിടെ 70,000 ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്യാഷ് 70,000 മൈനസും ആയി, സ്റ്റോക്ക് 70,000 ആഡും ആയി. ക്യാപിറ്റലിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ലയബിലിറ്റീസിനും യാതൊരു ചേഞ്ചസും ഉണ്ടാവില്ല. ആഡ് ചെയ്ത് നോക്കിയാൽ ഇവിടെ 70,000 കുറയുമ്പം ഇവിടെ ബാലൻസ് 30,000 പ്ലസ് സ്റ്റോക്ക് 70,000. ഇവിടെ എങ്ങനെയാണ് 1 lakh, ഹിയർ 0. അപ്പം ടോട്ടൽ ഇവിടെയും 1 lakh അവിടെയും 1 lakh. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് റുപ്പീസ് 80,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷ് റെഡ്യൂസ് ചെയ്യില്ല, കാരണം ക്രെഡിറ്റിനാണല്ലോ. പക്ഷേ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യും ഇല്ലേ, ക്യാഷിനൊന്നും വരുന്നില്ല. ഗുഡ്സ് 80,000 ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 80,000 ആഡ് ചെയ്യണം. ക്രെഡിറ്റിനാണ് കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റലിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അപ്പം ക്രെഡിറ്റിന് കൊടുക്കുമ്പം ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ആവും. അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി കൂടെ എറൈസ് ചെയ്യും. അപ്പം 80,000 എമൗണ്ട് പിന്നീട് നമ്മൾ പേ ചെയ്യണം. ബിസിനസ് 80,000 പേ ചെയ്യണം. അപ്പോൾ അത് ലയബിലിറ്റിയാണ്, ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു. ഇനി ആഡ് ചെയ്യുമ്പോൾ 30,000 എഡീഷൻ 30,000 പ്ലസ് 1,50,000 is equal to ഇവിടെ 1 lakh പ്ലസ് 80,000. അപ്പോൾ ബോത്ത് സൈഡ്സ് 1,80,000. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് റുപ്പീസ് 3,000. പർച്ചേസ്ഡ് ഫർണിച്ചർ 3,000 ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പം ക്യാഷ് കൊടുത്തിട്ടാണല്ലോ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ക്യാഷ് റെഡ്യൂസ് ആവും, 3,000 റെഡ്യൂസ് ആവുന്നു. പ്ലസ് സ്റ്റോക്കിനൊന്നും സംഭവിക്കുന്നില്ല. ബട്ട് ഫർണിച്ചർ എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് ഇൻക്രീസ് ആവും. ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് ഇവിടെ വരും. സോ പ്ലസ് 3,000 ആണല്ലോ പർച്ചേസ് ചെയ്തത്, 3,000. ഇനി ക്യാപിറ്റലിന് ഒന്നും ചേഞ്ചസ് ഇല്ല, ലയബിലിറ്റീസിന് അതായത് ക്രെഡിറ്റേഴ്സിനും ചേഞ്ചസ് ഒന്നും ഇല്ല.
ഇവിടെയും ആഡ് ചെയ്യുമ്പോൾ 27,000 plus 1,15,000 plus 3,000 equal to ഇവിടെ 1 lakh plus 80,000. Okay, next fifth one, paid rent rupees 2,000. paid rent rupees 2,000. റെൻറ്റ് പേ ചെയ്തു. റെൻറ്റ് പേ ചെയ്യുമ്പോൾ ക്യാഷാണ് കൊടുക്കുന്നത്. 2,000 ക്യാഷ് റെഡ്യൂസ് ആവും 2,000 പ്ലസ് പിന്നെ സ്റ്റോക്കിനോ ഫർണിച്ചറിനോ ഒന്നും ചേഞ്ചസ് ഇല്ല. റെൻറ്റ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ലോസായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. ക്യാപിറ്റലിൽ നിന്ന് 2,000 മൈനസ് ചെയ്യണം. ക്രെഡിറ്റേഴ്സിന് ലയബിലിറ്റിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ടോട്ടൽ എങ്ങനെയാണ് വരുന്നത്? 25,000. 2,000 മൈനസ് ചെയ്യുമ്പോൾ 25,000. ഹിയർ 1,50,000 പ്ലസ് 3,000 ഈക്വൽ ടു ഇവിടെ 2,000 മൈനസ് ചെയ്യുമ്പോൾ 98,000. 98,000 പ്ലസ് 80,000. Okay. Next, sold goods for cash rupees 60,000, costing rupees 45,000. ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് 60,000-നാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 60,000-ഉം കോസ്റ്റ് പ്രൈസ് ഗുഡ്സിൻ്റെ കോസ്റ്റ് പ്രൈസ് 45,000-ഉമാണ്. അപ്പം സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്യുന്നത് എത്രയായിരിക്കും? അപ്പം ക്യാഷിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പം സെയിൽ ചെയ്ത് കഴിയുന്ന ക്യാഷ് എത്ര കിട്ടും? സെല്ലിംഗ് പ്രൈസ് 60,000 ആണ്. അപ്പം ക്യാഷ് 60,000 ആഡ് ആവും. ഇനി സ്റ്റോക്കിന് എന്താ സംഭവിക്കുന്നത്? സ്റ്റോക്ക് 60,000 അല്ലല്ലോ, അത് സെല്ലിംഗ് പ്രൈസാണ്. കോസ്റ്റ് പ്രൈസ് 45,000 ആയതുകൊണ്ട് 45,000-ൻ്റെ കോസ്റ്റ് ഇവിടെ നിന്ന് കുറയും. സെയിൽ ചെയ്യുമ്പം സ്റ്റോക്ക് കൊടുക്കുകയാണ് ചെയ്യുക, കുറയും, നമ്മുടെ സ്റ്റോക്ക് കുറയും. അപ്പോൾ റെഡ്യൂസ് ചെയ്യും, 45,000 റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇനി ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൽ എന്താണ് വ്യത്യാസം നോക്കാം. കോസ്റ്റ് പ്രൈസ് 45,000, സെല്ലിംഗ് പ്രൈസ് 60,000. ദാറ്റ് മീൻസ് 15,000 പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് എപ്പോഴും ക്യാപിറ്റലിനെ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 15,000 പ്രോഫിറ്റ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇനി വീണ്ടും ഒരു ന്യൂ ഇക്വേഷൻ ഇവിടെ നിന്ന് കിട്ടും. അതെന്താണ്? 25,000 പ്ലസ് 60,000 85,000. ദെൻ 1,50,000 നിന്ന് 45,000 മൈനസ് ചെയ്യുമ്പോൾ 1,05,000. ദെൻ 3,000 ഇസ് ഈക്വൽ ടു ഇവിടെ 1,13,000. 1,30,000 പ്ലസ് 80,000. ഇത് സെയിം പെന്ന് കൊണ്ട് തന്നെ എഴുതാം. ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എല്ലാതും കൂടെ മിക്സായി പോകും. അതില്ലാതിരിക്കാനാണ് കളർ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് rupees 20,000. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. ലയബിലിറ്റി ആയിരുന്നു, ബിസിനസ്സിന് ലയബിലിറ്റിയാണ്. ആ ലയബിലിറ്റി കുറച്ച് ബിസിനസ് കൊടുത്തു തീർക്കുകയാണ്. അപ്പോൾ പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കുകയാണ്. ക്യാഷ് കുറയും. 20,000 ആയതുകൊണ്ട് 20,000 ക്യാഷ് ഇവിടെ റെഡ്യൂസ് ആവും. ദെൻ പൈസയാണല്ലോ കൊടുക്കുന്നത്, ഇവിടെ ഒന്നും ചേഞ്ചസ് ഇല്ല. ക്യാപിറ്റലിലും ചേഞ്ചസ് ഇല്ല. ആരാണ് കുറയുക? ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് കുറയും. കൊടുക്കാനുള്ള പൈസ കൊടുത്തു തീർക്കുകയാണ്. അപ്പം 20,000 കുറയാണ് ചെയ്യുക. 20,000. അപ്പം എന്താണ് ഇക്വേഷൻ വരുന്നത്? ഇക്വേഷൻ്റെ ടോട്ടൽ 65,000 പ്ലസ് 1,00,000
5,000 plus 3,000 is equal to 1,13,000 plus 60,000. 20,000 മൈനസ് ആണ് ചെയ്യുന്നത്, അപ്പോൾ 60,000. 8th one, withdraw cash for private use rupees 10,000. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നു 10,000. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ 10,000 റെഡ്യൂസ് ആവുന്നു. പ്ലസ് സ്റ്റോക്കിനും ഫർണിച്ചറിനൊന്നും ചേഞ്ചസ് ഇല്ല. ഇനി ഇവിടെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്നാണ് പ്രൈവറ്റ് യൂസിന് വിഡ്രോ ചെയ്ത് കൊണ്ടുപോവുക. ഇതിന് ഡ്രോയിങ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡ്രോയിങ്സ് എപ്പോഴും ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. ക്യാപിറ്റൽ എമൗണ്ടിനെ കുറയ്ക്കും ഡ്രോയിങ്സ്. അതായത് ക്യാപിറ്റൽ എമൗണ്ടിൽ നിന്നാണ് പ്രൈവറ്റ് യൂസിന് എമൗണ്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് റെഡ്യൂസ് ചെയ്യണം. 10,000 റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ചേഞ്ചസ് ഇല്ല. അപ്പം ടോട്ടൽ 65,000 മൈനസ് 10,000 55,000 പ്ലസ് 1,05,000 പ്ലസ് 3,000 is equal to, ഇവിടെ മൈനസ് ചെയ്യുന്നുണ്ട്, 10,000 മൈനസ് ചെയ്യുമ്പോൾ 1,03,000 പ്ലസ് 60,000. ഓക്കെ. നെക്സ്റ്റ് വൺ, പെയ്ഡ് സാലറീസ് റുപ്പീസ് 5,000. സാലറി പേ ചെയ്യുന്നു. സാലറി കൊടുക്കുമ്പോൾ ക്യാഷാണ് കൊടുക്കുക അല്ലേ? 5,000 പേ ചെയ്യുമ്പോൾ 5,000 റെഡ്യൂസ് ആകും. പ്ലസ് ഇവിടെയൊന്നും ചേഞ്ചസ് വരുന്നില്ല. ഇനി ചേഞ്ചസ് വരുന്നത് എവിടെയാണ്? സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആൻഡ് ലോസ് ഐറ്റമാണ്. ക്യാപിറ്റലിനെ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ലോസ് ആയി ട്രീറ്റ് ചെയ്യുന്നു. ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യും. ക്യാപിറ്റലിൽ നിന്ന് മൈനസ് 5,000. ഇവിടെ ചേഞ്ചസ് ഇല്ല. ടോട്ടൽ എങ്ങനെയാണ് വരുന്നത്? 50,000 plus 1,05,000 plus 3,000 is equal to 98,000 plus 60,000. Okay. Next one, sold goods on credit rupees 80,000, cost price 60,000. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിനായതുകൊണ്ട് ക്യാഷിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സെയിൽ ചെയ്യുമ്പോൾ സ്റ്റോക്ക് എമൗണ്ട് കുറയൂലേ? സ്റ്റോക്ക് എത്രയാണ് കുറയുന്നത്? സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് 60,000 ആണ്. അപ്പോൾ 60,000 വരുന്ന എമൗണ്ടുള്ള സ്റ്റോക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ? അപ്പോൾ അത് 60,000 സ്റ്റോക്കിൽ നിന്ന് മൈനസ് ആവും. പ്ലസ് ഫർണിച്ചറിന് ഒന്നും വരുന്നില്ല. ഇനി ക്രെഡിറ്റിന് ഗുഡ്സ് വിൽക്കുമ്പോൾ എന്താണ്? കസ്റ്റമർ ഇൻ ഫ്യൂച്ചറിൽ ക്യാഷ് ബിസിനസ്സിലേക്ക് തരും. അപ്പോൾ ക്രെഡിറ്റിന് സെയിൽ ചെയ്യുമ്പോൾ ഡെറ്റേഴ്സ് എന്നാണ് പറയാം. പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റേഴ്സ് എന്നും, പൈസ കൊടുക്കാനുള്ളവരെ ക്രെഡിറ്റേഴ്സ് എന്നും, ബിസിനസ് സെയിൽ ചെയ്യുമ്പോൾ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടാനുള്ള കസ്റ്റമേഴ്സിന് ഇൻ ഫ്യൂച്ചറിൽ ക്യാഷ് കിട്ടുന്നവരെ ഡെറ്റേഴ്സ് എന്നാണ് പറയാം. അപ്പം അതൊരു അസറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റമാണ് ഡെറ്റേഴ്സ്. ഇപ്പോൾ കിട്ടുന്നതല്ല, ഇൻ ഫ്യൂച്ചറിൽ ഈ പൈസ നമുക്ക് കിട്ടും. അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഐറ്റം കൂടെ ഇവിടെ വരുന്നുണ്ട്. എത്രയാണ് ഡെറ്റേഴ്സിൻ്റെ നിന്ന് കിട്ടാനുള്ളത്? 80,000 ആണ് കിട്ടാനുള്ളത്. ഓക്കെ. ഇനി ഈ 80,000-നാണ് സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് 60,000. അപ്പോൾ 20,000 പ്രോഫിറ്റ് ആണല്ലോ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റമാണ് 20,000. ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പം ലാസ്റ്റ് വണ്ണായി 10th ട്രാൻസാക്ഷനായി. ഇനി ബാലൻസ് ചെയ്ത് നോക്കാം. 50,000 ക്യാഷ് 50,000 ആണ് ടോട്ടൽ വരുന്നത്. പ്ലസ് 60,000 മൈനസ് ചെയ്യുമ്പോൾ 45,000 പ്ലസ് 3,000 പ്ലസ്
ഡെറ്റേഴ്സ് ഇവിടെ ഇൻക്രീസ് ചെയ്തു 80,000 ഈക്വൽ ടു ആഡ് ചെയ്യാണ് 1,18,000 പ്ലസ് 60,000. ഇനി അസറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റംസും ക്യാഷ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ഡെറ്റേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 1,78,000 ഇസ് ഈക്വൽ ടു ഇവിടെ ക്യാപിറ്റലും ലയബിലിറ്റീസും, ഇവിടെ ലയബിലിറ്റി ക്രെഡിറ്റേഴ്സാണ്, ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോഴും 1,78,000. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. കണ്ടോ, both sides are equal. Okay.